അമ്മായിയമ്മ ഇതിൽ തന്നെ ഉണ്ടല്ലോ. ഇതിൽ രണ്ടായിട്ട് വിഭജിക്കാൻ പറ്റിയ കാര്യങ്ങൾ അമ്മായി അമ്മ. അതുപോലെ തന്നെയാണ് അമ്മായിയമ്മമാർക്കും മിക്കവാറും എല്ലാ അമ്മായിയമ്മമാർക്കും എങ്ങനെയെങ്കിലും സ്വന്തം മകനെയും മകളെയും, മകളല്ലല്ലോ, മകളായി കാണേണ്ടവളെ, അതായത് മരുമകളെ, അവർക്കിടയിൽ, അതായത് സ്വന്തം മകൻ്റെയും മകൻ്റെ ഭാര്യയുടെയും ഇടയിൽ ഇത്തിരി പ്രശ്നങ്ങൾ, ഇത്തിരി പൊരുത്തക്കേടുകൾ ഉണ്ടാക്കണം എന്ന് ഉറപ്പായും മനസ്സിൽ കരുതിയിട്ടുള്ള ആളുകൾ തന്നെയാണ് അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ്. അതെത്ര സ്നേഹമായി ആണെങ്കിലും ഇടയ്ക്കെങ്കിലും അത് അങ്ങനെ തോന്നാൻ കാര്യം എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെറുതായിട്ട് ഉണ്ടാകുമ്പോഴാണ് കൂടുതലും വരുന്നത്. ഇവക്കൊട്ടൊരു പണി കൊടുക്കണം എന്ന് മനസ്സിൽ കുറിച്ചിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. അപ്പോൾ അതായത് മകനൊന്ന് വഴക്ക് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമ്പോൾ മകൻ്റെ അമ്മ തന്നെയാണ്. മരുമകളെ ഒന്ന് വഴക്ക് പറഞ്ഞല്ലോ. പക്ഷെ അവരെന്താ ഒരു സൂത്രം പ്രയോഗിക്കും. മകനും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, അപ്പോൾ അവർക്ക് അത് വിഷമമാകും എന്ന രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ 1% ആൾക്കാരുണ്ട് കേട്ടോ. അതായത് വേണ്ട, വഴക്ക് വേണ്ട എന്ന് പറയും, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഒരു വിഭാഗം ആൾക്കാരുണ്ട് മനസ്സിൽ ഇടിയുടെ ഇടി, കൊടുക്ക് എന്നേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ അത് പുറത്തോട്ട് കാണിക്കത്തില്ല. മനസ്സിലായോ? എന്നിട്ട് എന്താ, അവൻ സംസാരിക്കട്ടെ, ബഹളം വയ്ക്കട്ടെ എന്ന രീതിയിൽ. അങ്ങനെയുള്ള അമ്മായിയമ്മമാരെ കണ്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു അമ്മായിയമ്മ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവർക്കെതിരെ നമുക്കൊന്ന് നിൽക്കണം എന്ന് തോന്നിയാൽ എന്താ ചെയ്യേണ്ടത്? ഒറ്റ വാക്ക്. അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ കയറി വന്നതും എന്തെങ്കിലും പറഞ്ഞാൽ, നിങ്ങൾക്കെതിരായിട്ട് പറഞ്ഞാൽ, ഒറ്റ വാക്ക്, ഇത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള സംസാരമാണ്. അതിൽ എനിക്ക്, ഞങ്ങൾക്ക് എന്ന് പറയണ്ട, എനിക്ക്, അതായത് മരുമകൾക്ക്, എനിക്ക് മൂന്നാമതൊരു വ്യക്തിയുടെ ഒരു കാര്യവും കേൾക്കേണ്ട കാര്യമില്ല എന്ന് ഉറപ്പിച്ച് പറയാം. അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിലേക്ക് മൂന്നാമതൊരാൾ വന്ന് പറയണ്ട. ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. കാരണം എന്താണ്? ഈ അമ്മായിയമ്മയ്ക്കും ഒരു ഭർത്താവുണ്ട് ഇല്ലേ? അവരൊരു കുടുംബമായി ജീവിച്ചവരാണ്. ഇപ്പോഴത്തെ തലമുറ നിങ്ങളാണ്. മരുമകൾ, ഭർത്താവ്, കുട്ടികൾ. അപ്പോൾ അത് വേറൊരു കുടുംബമായി കഴിഞ്ഞു. അവിടേക്ക് എത്ര വലിയ ആളാണെങ്കിലും എങ്ങനെയൊക്കെ കഴിഞ്ഞവരാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു കുടുംബം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ മറ്റൊരാൾ ആണത്. അവരുടെ ആവശ്യമില്ലാതെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു കാരണവശാലും കടത്തിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. ഒരേ ഒരു കാര്യമാണ് നമ്മളൊരു കുടുംബം തുടങ്ങിക്കഴിഞ്ഞാൽ ചിന്തിക്കണം. ഭർത്താവിനും അച്ഛനും അമ്മയുണ്ട്, ബന്ധുക്കളുണ്ട്. ഭാര്യയ്ക്കും അച്ഛനും അമ്മയുണ്ട്, ബന്ധുക്കളുണ്ട്. അവർക്ക് ഓരോ സമയത്തും നമ്മളെക്കൊണ്ട് ഓരോ സഹായങ്ങൾ ആവശ്യമാണ്. അത് യഥാസമയം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. വയ്യാതെ വരുമ്പോൾ അവർക്ക് സഹായം ചെയ്യുക എന്നുള്ളതല്ലാതെ കൂടുതലായിട്ട് ആരെയും സ്വന്തം ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലേക്ക് കടത്തിക്കൊണ്ട് വരുന്നത് ഒരിക്കലും നല്ലതല്ല.